ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം, TCV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഗുരുവായൂർ ആനയോട്ടത്തിൽ കൊമ്പൻ രവികൃഷ്ണൻ ജേതാവ്. 10 നാൾ നീണ്ടു നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് വൈകിട്ട് കൊടിയേറും. ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് ആചാരപ്പെരുമയോടെ ആനയില്ല ശീവേലി നടന്നു. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് സന്ദർശന സമയം. തിങ്കളാഴ്ച പ്രവേശനമില്ല. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം തുടരുന്നു. സമരം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി അധിക ചുമതലകൾ രാജിവെക്കുമെന്ന് ഡോക്ടർമാരുടെ മുന്നറിയിപ്പ്. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോയ ഭണ്ഡാരം ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. മോഷ്ടാക്കൾക്കായി അന്വേഷണം തുടരുന്നു. വിശദാംശങ്ങളിലേക്ക്. ഗുരുവായൂർ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആനയോട്ടത്തിൽ കൊമ്പൻ രവികൃഷ്ണൻ ജേതാവായി. ബാലുവും കൃഷ്ണനാരായണനും തൊട്ടുപുറകിലെത്തി. 2ാം തവണയാണ് രവികൃഷ്ണൻ ആനയോട്ടത്തിൽ ജേതാവാകുന്നത്. നേരത്തെ 2022 ജേതാവായത്. ഓട്ടം തുടങ്ങുമ്പോൾ മുന്നിലായിരുന്ന കൊമ്പൻ ബാലുവിനെ രവികൃഷ്ണൻ മറികടക്കുകയായിരുന്നു. ഗോപുരം കടന്ന രവികൃഷ്ണൻ ക്ഷേത്രത്തിനുള്ളിൽ 7 പ്രദക്ഷിണം പൂർത്തിയാക്കി ഗുരുവായൂരപ്പനെ വണങ്ങിയതോടെ ആനയോട്ടത്തിന്റെ ചടങ്ങ് പൂർത്തീകരിച്ചു. വിജയിയായ രവികൃഷ്ണനെ നിറപറ വെച്ച് പാരമ്പര്യാവകാശി സ്വീകരിച്ചു. 46 വയസ്സുള്ള രവികൃഷ്ണനെ 2003 ജൂൺ 25 പാലക്കാട് തൃത്താല സ്വദേശി ശിവശങ്കരൻ എന്ന ഭക്തനാണ് ഗുരുവായൂരപ്പന് മുൻപിൽ നടയിരുത്തിയത്. ആനയോട്ടത്തിൽ വിജയിയായ രവികൃഷ്ണന് ഉത്സവം കഴിയുന്നതുവരെ ക്ഷേത്രത്തിനുള്ളിൽ പ്രത്യേക പരിഗണനയാണ്. ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിലെ ശ്രീഭൂതബലി എഴുന്നള്ളിപ്പിന് രവികൃഷ്ണനാണ് ഭഗവാന്റെ തങ്കത്തിടമ്പേറ്റുക. നാൾ നീണ്ടു നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ഇന്ന് കൊടിയേറും. കൊടിയേറ്റത്തോടെ ആരംഭിക്കുന്ന കലാപരിപാടികൾ 8ാം ദിവസം സമാപിക്കും. ദിവസവും വൈകുന്നേരം നാടൻ അനുഷ്ഠാന കലകൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് സമീപമുള്ള വേദിയിൽ അരങ്ങേറും. 2 ദിവസങ്ങളിലായി 1000ഓളം സംഘങ്ങളുടെ തിരുവാതിരക്കളി ഉണ്ടാകും. ഉത്സവത്തിന്റെ 4ാം ദിവസമായ മാർച്ച് 3 ചന്ദ്രഗ്രഹണമായതിനാൽ ക്ഷേത്ര ചടങ്ങിൽ മാറ്റമുണ്ടാകും. വൈകിട്ട് 6 മണിക്ക് ക്ഷേത്ര നട അടച്ച് 7:15 തുറക്കുക. അത്താഴപൂജ നിവേദ്യങ്ങളായ അപ്പം, അട, അവിൽ, ഷീട്ടാക്കില്ല. 9ാം ദിവസമായ മാർച്ച് 8 രാത്രി പള്ളിവേട്ട നടക്കും. മാർച്ച് 9 രാത്രി ആറാട്ടിനു ശേഷം കൊടിയിറങ്ങും. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് ആചാരപ്പെരുമയോടെ ആനയില്ല ശീവേലി നടന്നു. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉത്സവ ആരംഭ ദിവസം ആനയെ ലഭിക്കാതിരുന്നതിനെ തുടർന്ന് ആനയില്ലാതെ നടത്തിയ ശീവേലിയുടെ സ്മരണ ഉണർത്തിയാണ് ഉത്സവത്തിന്റെ തുടക്ക ദിവസം ആനയില്ലാതെ ശീവേലി നടത്തുന്നത്. കഴകക്കാരായ വാരിയർ കുടുംബത്തിലെ അംഗങ്ങൾ വെള്ളി കുത്തുവിളക്കുകളിൽ ദീപം തെളിയിച്ച് ശീവേലിക്കണിനിരന്നു. ശാന്തിയേറ്റ കീഴ്ശാന്തി ചെറുതയൂർ അജിത് നമ്പൂതിരി ഗുരുവായൂരപ്പന്റെ ചൈതന്യപൂർണമായ തങ്കത്തടമ്പ് കരങ്ങളിലേറ്റി ക്ഷേത്രത്തിന് 3 പ്രദക്ഷിണം വലം വെച്ച് ചടങ്ങ് പൂർത്തീകരിച്ചു. നാമജപവും വാദ്യവും ആനയില്ലാ ശീവേലിക്ക് അകമ്പടിയായി. 35 ആനകളുള്ള ക്ഷേത്രത്തിൽ വർഷത്തിൽ ഈയൊരു ദിവസം മാത്രമാണ് ആനയില്ലാതെ ശീവേലി നടത്തുന്നത്. ഐതിഹ്യത്തെ അന്വർത്ഥമാക്കി ചടങ്ങ് നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപേ ക്ഷേത്ര പരിസരത്ത് നിന്ന് ആനകളെ മാറ്റി നിർത്തിയിരുന്നു. TCV ന്യൂസ്, ഗുരുവായൂർ. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. തിങ്കൾ ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവേശനം. വനമന്ത്രി AK ശശീന്ദ്രൻ, റവന്യൂ മന്ത്രി K രാജൻ എന്നിവർ ആദ്യ സന്ദർശനത്തിന് തുടക്കം കുറിച്ചു. ദീർഘകാലത്തെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായതെന്ന് K രാജൻ പ്രതികരിച്ചു. എത്രയോ കാലമായി ഇതിനുവേണ്ടി അധ്വാനിച്ചിട്ടുള്ള മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ വലിയ ഫംഗ്ഷൻ ഒന്നും നടത്തണ്ട എന്നാണ് ഞങ്ങൾ ആലോചിച്ചത്. പ്രാഥമികമായി ഇതൊന്ന് തുറന്നു കൊടുക്കുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഒക്ടോബർ 28 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വെച്ച് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 3.5 മാസക്കാലത്തെ ക്യൂറിംഗ് പീരീഡ് ആവശ്യമുണ്ട് എന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് 3.5 മാസക്കാലം കഴിഞ്ഞപ്പോൾ കൃത്യമായി
തുറന്നു കൊടുക്കാൻ തയ്യാറായി. കോഡ് ഓഫ് കോണ്ടക്ട് വരുന്നതിന് മുമ്പ് നടപടിക്രമങ്ങളിലേക്ക് കടക്കണം എന്നുള്ളത് കൊണ്ട് ഇന്ന് അഭിമാനകരമായി ഇത് തുറക്കുകയാണ്. രാവിലെ 9 മണി മുതൽ 5 മണി വരെ പ്രവേശനമുണ്ട്. തിങ്കളാഴ്ച ദിവസം മാത്രമാണ് മുടക്കെടുക്കുന്നത്. 2 തരത്തിൽ യാത്ര ചെയ്യാം. വാഹനങ്ങളിലും പോകാം, അതുപോലെ തന്നെ നടന്നും പോകാം. കുറച്ചു ദൂരം നടക്കലും കുറച്ചു ദൂരം വാഹനവുമായിരിക്കും ഏറ്റവും നല്ലത്. ഒരു ഫുഡ് കിയോസ്കും 4 അനുബന്ധമായിട്ടുള്ള പിന്നെ ഫുഡ് സെന്ററുകളും ഇതിനകത്തുണ്ട്. വെള്ളം കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. 2 ഇലക്ട്രിക്കൽ ബസ്സുകൾ എപ്പോഴും ഓടും. ആളുകൾക്ക് അതിൽ കയറിയും ഇറങ്ങിയും ഒക്കെ മുന്നോട്ട് പോകാം. സുവോളജിക്കൽ പാർക്ക് എന്ന 10-30 വർഷക്കാലത്തെ നമ്മുടെ ഒരു അനുഭവത്തിന്റെ നേർസാക്ഷ്യം അനുഭവമായി ഇവിടെ തുടങ്ങുകയാണ്. കിഫ്ബി പദ്ധതിയുടെ ഏറ്റവും അഭിമാനാർഹമായ നേട്ടമാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് എന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. തൃശൂർ ജില്ലയിലെ പുത്തൂർ ഇന്ത്യയിലെ സുവോളജിക്കൽ പാർക്കുകളുടെ പട്ടികയിൽ 1ാം സ്ഥാനം നേടിക്കൊണ്ട് ഇന്ന് ഔദ്യോഗികമായ സന്ദർശനം അനുവദിക്കപ്പെടുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു നാടിൻ്റെ കൂട്ടായ്മയാണ് ഇതിൻ്റെ പൂർത്തീകരണത്തിൻ്റെ പിന്നിലെ യഥാർത്ഥ ചാലകശക്തി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതിനെ ക്രോഡീകരിച്ച് സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിന് നേതൃത്വപരമായ പങ്ക് വഹിച്ചത് കൊല്ലൂരിലെ MLA ആണ്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം നമ്മുടെ റവന്യൂ മന്ത്രി കൂടിയാണ്. ഏറെ വിമർശിക്കപ്പെട്ട കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഇത് യാഥാർത്ഥ്യമാക്കിയ ഒരു മെഗാ പദ്ധതിയാണിത്. സുവോളജിക്കൽ പാർക്കിലേക്ക് 100 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. കുട്ടികൾക്ക് 30 രൂപ നൽകിയാൽ മതി. സീനിയർ സിറ്റിസൺസിന് 50 രൂപയാണ് നിരക്ക്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. സന്ദർശകരുടെ വാഹനങ്ങൾ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിർത്തിയിടണം. ഇരുചക്ര വാഹനങ്ങളുടെ പാർക്കിങ്ങിനായി 25 രൂപയും ഓട്ടോറിക്ഷകൾക്ക് 30 രൂപയും കാർ അല്ലെങ്കിൽ ജീപ്പ് എന്നിവയ്ക്ക് 100 രൂപയും 32 സീറ്റുകൾ വരെയുള്ള മിനി ബസിന് 175 രൂപയും ബസ്സുകൾക്ക് 250 രൂപയും പാർക്കിംഗ് ഫീസായി നൽകണം. സ്റ്റിൽ ക്യാമറയ്ക്ക് 350 രൂപയും വീഡിയോ ക്യാമറയ്ക്ക് 750 രൂപയും ക്ലോക്ക് റൂമിന് 25 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ഇലക്ട്രിക് ബസ്സിലാണ് പിന്നെയുള്ള യാത്ര. 2 ഇലക്ട്രിക് ബസ്സുകൾ പാർക്കിംഗിൽ ചുറ്റിക്കൊണ്ടിരിക്കും. 24ഓളം ആവാസയിടങ്ങളിലായി 330ഓളം പക്ഷിമൃഗാദികളാണ് സുവോളജിക്കൽ പാർക്കിലുള്ളത്. 336 ഏക്കർ വനഭൂമിയിലാണ് പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. വിദേശത്ത് നിന്ന് ജിറാഫ്, സീബ്ര എന്നിവ ഉൾപ്പെടെയുള്ളവയെ എത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. സുവോളജിക്കൽ പാർക്കിലേക്കുള്ള റോഡ് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. കുട്ടനെല്ലൂർ ഓവർബ്രിഡ്ജ് മുതൽ പുത്തൂർ പാലം വരെയുള്ള റോഡ് നിർമ്മാണം പൂർത്തിയായി. പുത്തൂർ പാലം മുതൽ സുവോളജിക്കൽ പാർക്ക് വരെയുള്ള റോഡ് നിർമ്മാണ പ്രവർത്തികൾ തുടരുകയാണ്. TCV ന്യൂസ്, തൃശൂർ. OP ശസ്ത്രക്രിയ ബഹിഷ്കരണം നടത്തുന്ന മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി അധിക ചുമതലകൾ കൂട്ടത്തോടെ രാജിവെക്കുന്നു. അധ്യാപനത്തിനും രോഗി പരിചരണത്തിനും പുറമെ നിർവഹിക്കുന്ന ഭരണപരമായ ചുമതലകളാണ് ഒഴിയുന്നത്. വിവിധ പദ്ധതികളുടെ നോഡൽ ഓഫീസർമാർ, ഹോസ്റ്റൽ വാർഡന്മാർ, അക്കാദമിക് കോർഡിനേറ്റർമാർ തുടങ്ങിയവരാണ് ചുമതല ഒഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോളേജ് അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് തിങ്കളാഴ്ച മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് സമർപ്പിക്കും. ഇതോടെ മെഡിക്കൽ കോളേജുകളുടെ ഭരണപരമായ കാര്യങ്ങൾ സ്തംഭിക്കും. സമരം മെഡിക്കൽ കോളേജുകളിലെ OP, IP സേവനത്തെയും ശസ്ത്രക്രിയകളെയും വിദ്യാർത്ഥികളുടെ പഠനത്തെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. OP ബഹിഷ്കരണവും അക്കാദമിക് ബഹിഷ്കരണവും 11ാം ദിവസവും അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളുടെ ബഹിഷ്കരണം 8ാം ദിവസവും പിന്നിട്ടു. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം മോഷണം പോയ ഭണ്ഡാരം ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ക്ഷേത്രത്തിന് മുന്നിലുള്ള ഗുരുവായൂർ ദേവസ്വത്തിന്റെ തിരുത്തിക്കാട്ട് പറമ്പിലാണ് ഭണ്ഡാരം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖലയിൽ വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല. ഇന്ന് രാവിലെയാണ് പരിസരവാസികൾ ഭണ്ഡാരം കണ്ടത്. 2 അടിയോളം വലുപ്പമുള്ള സ്റ്റീൽ ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് കാണിക്ക പണം കവർന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. തിടപ്പള്ളി വഴി അകത്ത് കടന്ന മോഷ്ടാക്കൾ ശ്രീകോവിലിന് മുന്നിൽ വച്ചിരുന്ന ഭണ്ഡാരം എടുത്തുകൊണ്ടുപോവുകയായിരുന്നു. മറ്റൊരു ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർക്കാനും ശ്രമം നടന്നു. 2 പേർ മുഖം മറച്ച് ഭണ്ഡാരം എടുത്തുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. ഗുരുവായൂർ ടെമ്പിൾ പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി അന്വേഷണം ഊർജിതപ്പെടുത്തുന്നതിനിടയിലാണ് ഭണ്ഡാരം കണ്ടെത്തുന്നത്. മണ്ണുത്തിയിൽ നിന്ന് കാണാതായ കുട്ടിയെ 8 മാസത്തിനുശേഷം കണ്ടെത്തി. തൃശൂർ സിറ്റി പോലീസ് ക്രൈം ബ്രാഞ്ച് അന്വേഷണ സംഘം മുളയം ബാലസദനത്തിൽ നിന്നും കാണാതായ 16-കാരനെയാണ് 8 മാസത്തിന്റെ അന്വേഷണത്തിനൊടുവിൽ കണ്ടെത്തിയത്.
തൃശൂർ സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ പി ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘമാണ് കുട്ടിയെ കണ്ടെത്തിയത്. 2025 ജൂൺ 6-നാണ് കുട്ടിയെ കാണാതാകുന്നത്. പരാതിയെ തുടർന്ന് ആദ്യം മണ്ണുത്തി പോലീസ് അന്വേഷിച്ച കേസ് ഫെബ്രുവരി മുതലാണ് സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖിന്റെ നിർദ്ദേശപ്രകാരം അന്വേഷണം സിറ്റി ക്രൈംബ്രാഞ്ചിലേക്ക് കൈമാറിയത്. മുൻപ് താമസിച്ചിരുന്ന ബാലസദനങ്ങളിൽ നിന്നും കുട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുകയും തുടർന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവല്ലുവമലയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. രാജസ്ഥാനിലേക്ക് പോകാൻ ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് കുട്ടിയെ അന്വേഷണ സംഘം കണ്ടെത്തിയത്. കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻപാകെ ഹാജരാക്കി രാമവർമ്മപുരം ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റി. സബ് ഇൻസ്പെക്ടർമാരായ ജോബ്, സുദീപ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജെസി, സിവിൽ പോലീസ് ഓഫീസർമാരായ ആദർശ്, സച്ചിൻ ദേവ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. 152 ഗ്രാം തൂക്കമുള്ള ഹാഷിഷ് ഓയിലുമായി തൊടുപുഴ സ്വദേശി അൻവർ റഷീദിനെ നെടുപുഴ പോലീസ് പിടികൂടി. വ്യാഴാഴ്ച പട്രോളിംഗ് നടത്തുകയായിരുന്ന സബ് ഇൻസ്പെക്ടർ എ കിരണും സംഘവും സംശയാസ്പദമായ രീതിയിൽ അൻവർ റഷീദിനെ പള്ളിയുടെ പരിസരത്ത് കണ്ടു. തുടർന്നുള്ള അന്വേഷണത്തിൽ ഇയാളിൽ നിന്ന് ഹാഷിഷ് ഓയിൽ കണ്ടെത്തി. ഹാഷിഷ് ഓയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ചതാണെന്ന് പ്രതിക്ക് പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ സമാന രീതിയിലുള്ള കേസുണ്ടെന്നും വ്യക്തമായി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. SIR പോലുള്ളവ അടിച്ചേൽപ്പിക്കുമ്പോൾ അക്കാദമിക് തലത്തിൽ ചർച്ച വേണമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. രാജ്യത്തിന്റെ മതേതരത്വത്തിന് കോട്ടം തട്ടുന്ന ഒന്നിനും ഒപ്പം നിൽക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടല്ല വേണ്ടത്. എന്നാൽ SIR-ൽ നടക്കുന്നത് രാഷ്ട്രീയ ചായ്വോടെയുള്ള ചർച്ചകളാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. നാഷണൽ സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിനിധി സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അയ്യന്തോൾ കോസ്ഫോർഡ് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മേച്ചേരി അധ്യക്ഷത വഹിച്ചു. NCP സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, PK രാജൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി മാത്യൂസ് ജോർജ്, ട്രഷറർ PJ കുഞ്ഞുമോൻ, അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PA മുഹമ്മദ് അഷ്റഫ്, സ്വാഗത സംഘം ചെയർമാൻ CL ജോയ്, യുവജന കമ്മീഷൻ അംഗം വിജിത വിനുകുമാർ, മുൻ PSC അംഗം അഡ്വക്കേറ്റ് രഘു കെ മാരാത്ത് എന്നിവരും പങ്കെടുത്തു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. തൃപ്രയാർ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം സംവിധായകൻ ദീപക് ഡിയോൺ നിർവഹിച്ചു. ഫെസ്റ്റിവൽ കമ്മിറ്റി ചെയർമാൻ സുഷിൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PI സജിത ഫെസ്റ്റിവൽ ബുക്ക് പ്രകാശനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ, ഫെസ്റ്റിവൽ ഡയറക്ടർ സജീവൻ അന്തിക്കാട്, VR പ്രഭ, TP സോമൻ, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടന ചിത്രമായി ദീപക് ഡിയോണിന്റെ പ്രൈവറ്റ് എന്ന സിനിമ പ്രദർശിപ്പിച്ചു. വൈകിട്ട് നമുക്കൊരു പാർട്ടിയാക്കാം. പാർട്ടിയോ? ആ, പാർട്ടി എന്ന് വെച്ചാ ഡിന്നറിന് ന്യൂഡിൽസ് കട്ട്. എന്നിട്ട് സിമന്റ് ബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് മാനുഫാക്ചേഴ്സ് സംഘടന സമരത്തിലേക്ക്. അടഞ്ഞുകിടക്കുന്ന ക്വാറികൾ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകുക, പുഴകളിലും ഡാമുകളിലും അടിഞ്ഞുകൂടുന്ന മണൽ നീക്കം ചെയ്യാൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ക്രഷർ ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് മൂലം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രസിഡന്റ് VK മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് സന്തോഷ് ചോലയിൽ, സെക്രട്ടറി അനൂപ് ചന്ദ്രൻ, ജോയ് പെക്കേടത്ത്, അശോകൻ ആര്യമ്പാടൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി ടൌൺ സൌന്ദര്യവൽക്കരണത്തിനുള്ള 2.5 കോടി രൂപയുടെ പദ്ധതി ആരംഭിച്ചു. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ AC മൊയ്തീൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ, ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PM സജി, സ്വപ്ന പ്രദീപ്, CPM ലോക്കൽ സെക്രട്ടറി PC അബാൽമണി എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി കിഴക്കേ അങ്ങാടിയിലെ ഗ്രാമീണ വായനശാല മുതൽ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം വരെ 1 കിലോമീറ്ററോളം ദൂരമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തി. ഡിസിസി സെക്രട്ടറി വി കെ രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, ഡിസിസി സെക്രട്ടറി പി എസ് സുനീഷ്, ബ്ലോക്ക് സെക്രട്ടറി എം എച്ച് നൌഷാദ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് പി എൻ വിഷയ്കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളറക്കാട് തിപ്പലശ്ശേരി റോഡിന്റെ പുനർനിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്ന് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എം നൌഷാദ് അറിയിച്ചു. 3 തവണ ടെൻഡർ നടപടികൾ നടത്തേണ്ടി വന്നതാണ് നിർമ്മാണ പ്രവർത്തികൾ വൈകാൻ കാരണം. ഹമീദ് ഖാൻ എന്ന കോൺട്രാക്ടർ ടെൻഡർ എടുത്തിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. തൊഴിലുറപ്പ് പദ്ധതിക്കായി 27 കോടിയും പട്ടികജാതി മേഖലയ്ക്ക് 2,20,00,000, സേവന മേഖലയ്ക്ക് 2,74,00,000 രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 94 ലക്ഷം രൂപയും വകയിരുത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രമേശ് ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ശ്രീദേവി ദിനേശാണ് ബജറ്റ് അവതരിപ്പിച്ചത്. ബ്ലോക്ക് സെക്രട്ടറി കെ മധുരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ പി എച്ച് നിയാസ്, എ പി സ്നേഹലത, കെ എ ഷിഹാബ് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർ അവാർഡ് ലഭിച്ച ഗുരുവായൂർ ഇരിങ്ങപ്പുറം വില്ലേജ് ഓഫീസർ ടി കെ അനിൽകുമാറിനെ ബിജെപി കൌൺസിലർമാർ ആദരിച്ചു. കൌൺസിലർമാരായ ശോഭ ഹരിനാരായണൻ, പി എം കൃഷ്ണപ്രിയ എന്നിവർ പൊന്നാടയണിയിച്ചു. മഹിളാ മോർച്ച നേതാക്കളായ ജ്യോതി രവീന്ദ്രനാഥ്, സിന്ധു ബാബു, സ്വപ്ന അനിൽ എന്നിവർ ഉപഹാരം സമ്മാനിച്ചു. എളനാട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ജീപ്പ് വാങ്ങാൻ യു ആർ പ്രദീപ് MLA 13.5 ലക്ഷം രൂപ അനുവദിച്ചു. വാഹനം വാങ്ങുന്നതിനായി ജില്ലാ കളക്ടർ ഭരണാനുമതി നൽകി ഉത്തരവായി. എളനാട് ഫോറസ്റ്റ് സ്റ്റേഷനിൽ വാഹനമില്ലാത്തത് സംബന്ധിച്ച് TCV നേരത്തെ വാർത്ത നൽകിയിരുന്നു. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ ഉന്നത വിദ്യാഭ്യാസ പരിശീലന പദ്ധതിയായ സുമേധയുടെ 7ാം വാർഷികം നാളെ MES അസ്മാബി കോളേജിൽ നടക്കുമെന്ന് ET ടൈസൺ MLA വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതോടൊപ്പം മെഗാ ക്വിസ് മത്സരവും നടക്കും. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റും സുമേധ ചെയർമാനുമായ TK രാജു, TS സജീവൻ, MK സൈഫുദ്ദീൻ, NR രമേശ് ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള ബ്ലോക്ക് വാർഷിക സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് PP പുഷ്പാങ്കദൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം ജോയ് മണ്ഡകത്ത്, ജില്ലാ കമ്മിറ്റി അംഗം KA അനീഫ, AC ശ്രീധരൻ, MR ഗോപൻ, MK ഉത്തമൻ എന്നിവരും സംസാരിച്ചു. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മികവ് ഉത്സവം അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് CC ജോസഫ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ റാഫേൽ മുത്തുപീടിക അനുഗ്രഹ പ്രഭാഷണം നടത്തി. വാർഡ് മെമ്പർ CL ജോബി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് തലത്തിൽ സംഘടിപ്പിച്ച അക്ഷരോന്നതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ ശേഖരിച്ച പുസ്തകങ്ങൾ സ്കൂൾ പ്രിൻസിപ്പൽ സ്മിത P ജോസ് പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി. ഹെഡ്മാസ്റ്റർ KK ഫ്രാൻസിസ്, CO സീന, അർച്ചന ബിനീഷ്, ജെസ്സി വർഗീസ്, ദീപ വർഗീസ് എന്നിവരും സംസാരിച്ചു. കോടാലി ടൌണിലെയും പരിസര പ്രദേശത്തെയും വൈദ്യുതി സ്തംഭനത്തിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പന്തം കൊളുത്തി പ്രകടനം നടത്തി. പ്രശ്നപരിഹാരത്തിനായി കോടാലിയിലേക്ക് പുതിയ ഫീഡർ ലൈൻ സ്ഥാപിക്കണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടു. PG രഞ്ജിമോൻ, TM ഉമേഷ് ബാബു, സാബു പോക്കാക്കില്ലത്ത്, CP ഉണ്ണികൃഷ്ണൻ, ഷാജഹാൻ, സതീഷ്, ടൈറ്റസ് എന്നിവർ നേതൃത്വം നൽകി. വാർഷിക പദ്ധതികൾക്കും വികസന നിർദ്ദേശങ്ങൾക്കും കുന്നംകുളം നഗരസഭാ കൌൺസിലിന്റെ അംഗീകാരം. അയ്യങ്കാളി നഗരസഭാ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലേബർ ബജറ്റും ആക്ഷൻ പ്ലാനും കൌൺസിൽ അംഗീകരിച്ചു. അടുത്ത സാമ്പത്തിക വർഷത്തിൽ 1,54,840 തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. പദ്ധതിക്കു കീഴിൽ മികച്ച സേവനം കാഴ്ചവെച്ച കരാർ ജീവനക്കാരുടെ കാലാവധി 1 വർഷത്തേക്ക് ദീർഘിപ്പിക്കാനും തീരുമാനമായി. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സൌമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ T സോമശേഖരൻ, ആർഷ ജിജു, മിനി മോൻസി എന്നിവർ സംസാരിച്ചു.
കുറുമാലിക്കാവ് കുംഭഭരണി ആഘോഷത്തിനിടെ പോലീസ് ലാത്തിച്ചാർജ് നടത്തിയതിൽ പ്രതിഷേധവുമായി രാപ്പാൾ പള്ളം ദേശം. പുതുക്കാട് പോലീസ് അകാരണമായി രാപ്പാൾ പള്ളം ദേശത്തിന്റെ പൂരം വരവ് അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം. സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് രാപ്പാൾ പള്ളം ദേശം ഭാരവാഹികളായ വി കെ മധുസൂദനൻ, ഇ കെ ജയൻ എന്നിവർ കുംഭഭരണി ആഘോഷ സെക്രട്ടറിക്ക് പരാതി നൽകി. കുംഭഭരണി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിനിടയിലാണ് സംഭവം. കൂട്ടിയെഴുന്നള്ളിപ്പ് ആരംഭിച്ച ശേഷമെത്തിയ രാപ്പാൾ പള്ളം ദേശത്തിന്റെ മേളം അവസാനിപ്പിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടതാണ് തർക്കത്തിനിടയാക്കിയത്. മേളക്കാരുടെ ചെണ്ടക്കോൽ ബലമായി പിടിച്ചുവാങ്ങിയതോടെ സംഘർഷമാവുകയായിരുന്നു. ദേശക്കാരെ തിരഞ്ഞുപിടിച്ച് പോലീസ് ലാത്തികൊണ്ട് മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. സംസ്ഥാനത്തെ മികച്ച നാഷണൽ സർവീസ് സ്കീം വകുപ്പിനുള്ള പുരസ്കാരം VHSCക്കും മികച്ച സ്റ്റേറ്റ് പ്രോഗ്രാം കോർഡിനേറ്റർക്കുള്ള പുരസ്കാരം ചാലിശ്ശേരി സ്വദേശി ഡോക്ടർ പി രഞ്ജിത്തിനും ലഭിച്ചു. തുടർച്ചയായി 3ാം തവണയാണ് പുരസ്കാരം ലഭിക്കുന്നത്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവില്ലെന്ന് അവാർഡുകൾ ഏറ്റുവാങ്ങി. സമേതം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി മുസ്ലിസ് പൈതൃക പദ്ധതി പ്രദേശത്തേക്ക് കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ നടത്തുന്ന പഠനയാത്രയുടെ പാസ്പോർട്ട് വിതരണവും ഓറിയന്റേഷൻ ക്ലാസും നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ പാസ്പോർട്ട് വിതരണം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, ഇബ്രാഹിം സബിൻ, AR പ്രീതി, S നീലിന എന്നിവർ സംസാരിച്ചു. നസറിയ ഓറിയന്റേഷൻ ക്ലാസ് നയിച്ചു. ചിറ്റാറ്റുകര എളവള്ളി മണ്ഡലം UDF കമ്മിറ്റി പ്രവർത്തക കൺവെൻഷനും സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു. മുൻ MP TN പ്രതാപൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ PK രാജൻ, ജിയോ ഫോക്സ്, CJ സ്റ്റാൻലി, പ്രസാദ് വാഗ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പുത്തൂർ മാന്നാമംഗലം റൂട്ടിൽ സർവീസ് ആരംഭിച്ച KSRTC ബസ് ഡ്രൈവർക്ക് നേരെ കയ്യേറ്റ ശ്രമം. പുഴമ്പള്ളത്ത് വച്ചാണ് മദ്യപിച്ച് ബസ്സിൽ കയറിയ ആൾ കഴിഞ്ഞ ദിവസം കയ്യേറ്റ ശ്രമം നടത്തിയത്. പുതുക്കാട് ഡിപ്പോയിലെ ഡ്രൈവർ രാജന് നേരെയാണ് കയ്യേറ്റ ശ്രമം നടന്നത്. സംസ്ഥാന മിസ്റ്റർ ആൻഡ് മിസ് കേരള ശരീര സൗന്ദര്യ മത്സരങ്ങൾ തൃശൂരിൽ ആരംഭിച്ചു. 2 ദിവസത്തെ മത്സരങ്ങൾ നാളെ സമാപിക്കും. 14 ജില്ലകളിൽ നിന്നുള്ള ദേശീയ അന്തർദേശീയ താരങ്ങളാണ് പങ്കെടുക്കുന്നത്. ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് ബാബു ചെറിയാൻ, ജനറൽ സെക്രട്ടറി TV പോളി, ട്രഷറർ മെൽവിൻ പോൾ, AP ജോഷി, മുൻ മിസ്റ്റർ ഇന്ത്യ ജയരാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിഞ്ഞനത്തെ മികച്ച കർഷകനായ ജോർജ് അതിയുന്തന്റെ കൃഷിയിടത്തിലെ പൊട്ടുവെള്ളരി വിളവെടുത്തു. പെരിഞ്ഞനം 3ാം വാർഡിൽ 50 സെന്റ് വരുന്ന സ്ഥലത്താണ് പൊട്ടുവെള്ളരി കൃഷി ചെയ്തത്. ET ടൈസൺ MLA വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം സായിദ മുത്തുക്കോയ തങ്ങൾ, കൃഷി ഓഫീസർ PN നാനു, കൃഷി അസിസ്റ്റന്റ് സ്വാതി കൃഷ്ണ, സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS അഭിലാഷ് എന്നിവർ സംസാരിച്ചു. ചേർപ്പ് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഡിജിറ്റൽ അതിക്രമങ്ങളും ദുരുപയോഗവും എന്ന വിഷയത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AA ക്രിസ്റ്റീന അധ്യക്ഷത വഹിച്ചു. വനിതാ പോലീസ് ASI അപർണ ലവകുമാർ ക്ലാസ് നയിച്ചു. ഹെഡ്മിസ്ട്രസ് PM രജനി, വിദ്യാർത്ഥി ഘന്യം ശ്യാം എന്നിവർ സംസാരിച്ചു. അന്തരിച്ച പ്രമുഖ ക്യാമറാമാൻ ഗിസ്റ്റോ ജോസിന്റെ സ്മരണയ്ക്കായി അഖില കേരള ഷോർട്ട് ഫിലിം മത്സരം സംഘടിപ്പിക്കുന്നു. ഗിസ്റ്റോ ജോസിന്റെ സുഹൃത്ത് സംഘവും സ്റ്റോറി ഹബ് സ്റ്റോറി ടെല്ലേഴ്സും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. 2024-25 വർഷങ്ങളിൽ നിർമ്മിച്ച 10 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള ഹ്രസ്വ ചിത്രങ്ങളാണ് മത്സരത്തിനായി പരിഗണിക്കുക. ഏപ്രിൽ 5-ന് ഗിസ്റ്റോ ജോസിന്റെ 4ാം ചരമവാർഷിക ദിനത്തിൽ കുന്നംകുളത്ത് വച്ച് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ഫെസ്റ്റിന്റെ പോസ്റ്റർ പ്രകാശനം പ്രസ് ക്ലബ് ഹാളിൽ നടന്നു. ഗിസ്റ്റോ ജോസ് സുഹൃത്ത് സംഘം രക്ഷാധികാരി TV ജോൺസൺ, ചലച്ചിത്ര സംവിധായകരായ സാജൻ ആന്റണി, ഡോൺ ജോസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ സിന്ധു പ്രദീപ് മാടക്കത്തറ പടിഞ്ഞാറ് വെള്ളാനിക്കര സ്വദേശിനിയും വനിതാ ശിശു വികസന വകുപ്പിൽ ഒല്ലൂക്കര അഡീഷണൽ ICDS പ്രോജക്റ്റിലെ ICDS സൂപ്പർവൈസറുമാണ്. 2013 ആദ്യ ഡോക്ടറേറ്റ് നേടിയിരുന്നു. പുത്തൻപീടിക കുറുവത്ത് ശ്രീ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ശാന്തി ശ്രുതീഷ് ആലപ്പുഴ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം രക്ഷാധികാരി KK ചന്ദ്രൻ കൊടിയേറ്റം നടത്തി. മാർച്ച് 4-5 തീയതികളിലാണ് ഉത്സവം. പ്രസിഡന്റ് KK സുബ്രഹ്മണ്യൻ, സെക്രട്ടറി സ്മിഘോഷ്, ട്രഷറർ KV രതീഷ് എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങണ്ടൂർ ശ്രീരാമപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവം ആഘോഷിച്ചു. മേളത്തിന് കുത്താംപുള്ളി മോഹനനും തായമ്പകയ്ക്ക് കലാമണ്ഡലം അനീഷും നേതൃത്വം നൽകി. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പ് നടന്നു. അമ്മാടം സെന്റ് ആന്റണീസ് വിദ്യാലയത്തിലെ 1981 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. മുതിർന്ന അധ്യാപകരായ AO വർഗീസ് സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് പ്രൊഫസർ PM ജോയ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സജീവൻ അയ്യപ്പത്ത്, സെക്രട്ടറി ജെയിംസ് P പോൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KR ചന്ദ്രൻ, ലതാ രവി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഗുരുവന്ദനം പരിപാടിയിൽ 13 അധ്യാപകരെ ആദരിച്ചു. വടക്കാഞ്ചേരി കരുമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം ആറാട്ടോടെ സമാപിച്ചു. തന്ത്രി ഈക്കാട്ട് നാരായണൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിൽ പ്രസാദ ഊട്ടുമുണ്ടായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 15,100 രൂപ, പവന് 1,20,800 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ഗുരുവായൂർ ആനയോട്ടത്തിൽ കൊമ്പൻ രവികൃഷ്ണൻ ജേതാവ്. 10 നാൾ നീണ്ടു നിൽക്കുന്ന ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് വൈകിട്ട് കൊടിയേറും. ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ച് ആചാരപ്പെരുമയോടെ ആനയില്ല ശീവേലി നടന്നു. പുത്തൂരിലെ തൃശൂർ സുവോളജിക്കൽ പാർക്ക് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് സന്ദർശന സമയം. തിങ്കളാഴ്ച പ്രവേശനമില്ല. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അനിശ്ചിതകാല സമരം തുടരുന്നു. സമരം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി അധിക ചുമതലകൾ രാജിവെക്കുമെന്ന് ഡോക്ടർമാരുടെ മുന്നറിയിപ്പ്. ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോയ ഭണ്ഡാരം ആളൊഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. മോഷ്ടാക്കൾക്കായി അന്വേഷണം തുടരുന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.